നന്നായി. ഇത് നിങ്ങളുടെ ജീവിത ഭാഗമാക്കി കൊണ്ട് നടക്കണം. ഇന്നിപ്പോ ഇതൊന്നും പ്രയാസമില്ലൊക്കെ മൊബൈലിൽ കൊണ്ട് നടക്കാം ഇല്ലേ? ഇനിയിപ്പോ കുളിച്ചു ചൊല്ലണമെന്നുമില്ല. പക്ഷെ ഇനിയിപ്പോ കിടക്കുന്നതിന് മുമ്പ് ചൊല്ലിയാലും മതി. ഇന്ന സമയത്തെ ചൊല്ലാവൂന്നില്ല. പക്ഷെ ഡെയിലി അതൊരു ചൊല്ല. ഇനിയിപ്പോ മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ലേ, 4 വരിയെങ്കിലും ചൊല്ലിക്കിടക്കുക. അതൊരു ശീലമാക്കുക. ഭാഗവതത്തിലെ ദശമസ്കന്ധം കൃഷ്ണാവതാരം കൊണ്ട് ധന്യമാണ്. ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും സർവശ്രേഷ്ഠ അവതാരമൂർത്തിയായിട്ടാണ് കൃഷ്ണാവതാരം കണക്കാക്കുന്നത്. എന്താണ് കൃഷ്ണന്റെ മഹത്വം എന്നാണെങ്കിൽ, ഏത് വേഷവും ചേർന്ന ആളായിരുന്നു. ആര്? കുട്ടിക്കാലം മുതലേ ആ പേര് തന്നെ കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കർഷണം, ആകർഷണമുള്ളവൻ, ആകർഷിക്കുന്നവൻ. ആകർഷണമായിരുന്നു ആര്? കൃഷ്ണൻ. അപ്പൊ തന്റെ വേഷം കൊണ്ടും തന്റെ നൃത്തം കൊണ്ടും പാട്ടുകൊണ്ടും തന്റെ പുല്ലാങ്കുഴൽ കൊണ്ടും എല്ലാം കൊണ്ടും കൃഷ്ണൻ തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചു. എന്തിനാണ് ആകർഷിച്ചത്? അവരെ പതുക്കെ പതുക്കെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ ആരാധ്യമാക്കാൻ അല്ലെങ്കിൽ സമ്പൂർണമാക്കാൻ. കൃഷ്ണൻ അങ്ങനെ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച അവതാരമൂർത്തിയായിരുന്നു. ജീവിതത്തിലൊട്ടനീളം നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ശരീരം ഉപേക്ഷിക്കുന്നത് വരെ വെറുതെ ഇരുന്നില്ല കൃഷ്ണൻ. കൃഷ്ണൻ തന്നെ 4-ാം അധ്യായത്തിൽ പറയും, അർജുന, ഞാൻ അല്പനേരം വെറുതെ ഇരുന്നാൽ ലോകത്തിലുള്ളവരും വെറുതെ ഇരിക്കും. അതുകൊണ്ട് നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ ഞാൻ വർത്തയേവ, ഞാൻ നിരന്തരം ഓരോ കർമ്മത്തിൽ നിരതനായി മുഴുകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലോകസംഗ്രഹമേവാഭി. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? ലോകസംഗ്രഹത്തിന് വേണ്ടി. അവതാരമൂർത്തിയായ കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ എപ്പോഴും ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൃഷ്ണ ഭക്തന്മാരായ നമ്മളും അല്പം കുറച്ച് സമയമൊക്കെ എന്തിനു വേണ്ടി ചെലവഴിക്കണം? സ്വാർത്ഥ സംഗ്രഹത്തിന് വേണ്ടി. എന്തിന്? മനസ്സിലായില്ലേ നിനക്ക്? ഭക്തന്മാർ എന്തിനു വേണ്ടി സമയം ചെലവഴിക്കണം? സ്വാർത്ഥ സംഗ്രഹം ആണോ? സത്യം പറയൂ, സത്യം പറയൂ, ഉള്ളിത്തട്ടി പറയൂ. സ്വാർത്ഥ സംഗ്രഹത്തിനാണോ ലോകസംഗ്രഹത്തിനാണോ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത്? സത്യം പറയും, ഉള്ളിത്തട്ടി പറയണം. ഒന്നുകൂടി ഞാൻ പറയാം. സ്വാർത്ഥ സംഗ്രഹത്തിനാണോ ലോകസംഗ്രഹത്തിനാണോ നമ്മളെ ജീവിതം നമ്മൾ നയിക്കുന്നത്? ഓണ പറയരുത്, ഭഗവാൻ മുന്നിലുണ്ട്, ഓർക്കണം. ലോകസംഗ്രഹാണ്. ഒന്ന് ഉള്ളിത്തട്ടി ചോദിച്ചു നോക്കൂ നിങ്ങള്, നിങ്ങൾക്കേ അറിയുള്ളൂ. സ്വാർത്ഥ സംഗ്രഹല്ലേ? അല്ലേ? ഓണ പറയരുത്, അല്ലേ? ഞാൻ പറഞ്ഞല്ലേ ശരി? ആണോ? എന്താ സമ്മതിക്കാൻ ഇത്തിരി മസിൽ പിടിക്കണം നിങ്ങള്? സ്വാർത്ഥ സംഗ്രഹല്ലേ? ആണോ? ആ, ഇനി അത് മാറ്റണം. എന്താക്കണം? സ്വാർത്ഥ സംഗ്രഹമല്ല. ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുന്നത് സ്വാർത്ഥ സംഗ്രഹത്തിനാണോ? അല്ല. എന്തിനാണ്? അപ്പൊ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നാമം ചൊല്ലാനും മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാനൊക്കെ നമുക്ക് ശ്രമിക്കണ്ടേ? വേണോ വേണ്ടയോ? വീടിന്റെ ചുമരുകൾക്കുള്ളിലിരുന്ന് ടിവിയും കണ്ട് മൊബൈലും തോണ്ടിയിരിക്കുന്നവരാണോ ഭക്തന്മാര്? അല്ല. അപ്പൊ അവര് മുന്നിലേക്ക് ഇറങ്ങണം. ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഒന്നിച്ചിരുന്ന് നാമജപത്തിനൊക്കെ നേതൃത്വം കൊടുക്കണം. തയ്യാറാണോ? അതിന്റെ പേരാണ് ലോകസംഗ്രഹം. പറയൂ. രോഗസംഗ്രഹമല്ല. വീട്ടിലിരുന്ന രോഗസംഗ്രഹമേ ഉള്ളൂ. ഇതിന്റെ പേര് ലോകസംഗ്രഹം. അതിനുവേണ്ടി ജീവിതം കൊണ്ടു നടക്കണം. തയ്യാറാണോ? കേട്ടതേ ഇല്ല. നിങ്ങളിപ്പോ അങ്ങനെ സുഖിച്ച് ഭാഗവതമൊന്നും കേൾക്കണ്ട. എന്താണോ ഭാഗവതത്തിലൂടെ നമുക്ക് തരുന്ന നിർദ്ദേശം, അത് കുറെയൊക്കെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഭാഗവതം കേട്ടിട്ടും കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ?
വേണോ? അപ്പൊ തീരുമാനിക്കണം, ഇനി മുതൽ ഞാൻ സ്വാർത്ഥ സംഗ്രഹത്തിനല്ല, സ്വാർത്ഥ സംഗ്രഹം രോഗസംഗ്രഹമായി മാറും. എന്നാൽ ഞാൻ എന്റെ ജീവിതം ഇതിനു വേണ്ടി ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹതി. അതാണ് കൃഷ്ണന്റെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃഷ്ണൻ എപ്പോഴും കർമ്മനിരതനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മേ അർജുന, എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നാത്തതിന് കാരണം ലോകത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നതിലൊരു ആനന്ദവും സന്തോഷവുമുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു നാമജപ സംസ്കാരവും എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചൊല്ലുന്നതിലൊരു ആനന്ദമൊക്കെ കിട്ടിയല്ലോ, പിന്നെ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ലേ? നിങ്ങൾക്കത് മനസ്സിലാവും ഇതെന്തോ ഒരു മടുപ്പാണെന്ന്. പിന്നെ എനിക്കുണ്ടല്ലോ, എന്റെ തൊണ്ട കംപ്ലീറ്റ് പോയിരിക്കുകയാണേ. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് പറഞ്ഞ് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. എന്നാലും ഇതിലൊരു ആനന്ദമുണ്ട്. ഈ ഭാഗവതം പറയുന്നതിലൊരു രസമുണ്ട്. കാരണം അതൊരു ആനന്ദമാണ്, അത് സന്തോഷമാണത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം പങ്കുവെക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമല്ലേ? അപ്പം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ചിലപ്പോൾ വരും. എന്നാലും ഇതുപോലെ നിങ്ങൾ നോക്കൂ, നിങ്ങളിങ്ങനെ നാമജപത്തിലും മറ്റും ഇങ്ങനെ മുഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിന് പോയില്ലെങ്കിൽ ഒരു വിഷമം വരും. അതൊരു വലിയൊരു ആവേശമായി മാറും. മനസ്സിലായില്ലേ? അതൊരു ഊർജമാണ്. അങ്ങനെ ആ ഒരു സംസ്കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ അതിലൊരു ആനന്ദവും സന്തോഷവും രസവും അനുഭവിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കൊരിക്കലും സമയം വെറുതെ ഇരിക്കാൻ തോന്നില്ല. അതാണ് ഈ ഒരു ഭക്തി രസം എന്നൊക്കെ പറയുന്നത്. അതൊരു ജീവിതചര്യകളാക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കൃഷ്ണൻ ഒരു നിമിഷം പോലും ജീവിതം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ സുഖത്തിന് വേണ്ടി ജീവിച്ചില്ല. കൃഷ്ണൻ എങ്ങനെയാ ജീവിച്ചത്? ആ വാക്ക് മറക്കരുത്. എങ്ങനെയാ ജീവിച്ചത്? ലോകസംഗ്രഹം ഏവാപി. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ജീവിച്ച അവതാരമൂർത്തിയാണ് ആര്? കൃഷ്ണൻ. നമ്മളത് സ്വാർത്ഥത്തിലേക്കാക്കി. അമ്പലത്തിൽ പോകുന്നവരൊക്കെ അവരവരുടെ സ്വാർത്ഥം പ്രാർത്ഥിക്കാൻ പോകും ആണോ? തന്റെ സ്വാർത്ഥ സുഖങ്ങൾ, തന്റെ കുടുംബകാര്യങ്ങള്, അല്ലാതെ നാമം ജപിക്കണം, നാമം ജപിപ്പിക്കണം എന്നുള്ള ചിന്തയുള്ളവര് വളരെ കുറഞ്ഞുപോയി. നമുക്കത് മാറ്റണം. കൃഷ്ണൻ ലോകസംഗ്രഹത്തിനാണ്, നമ്മളും ലോകസംഗ്രഹത്തിന് വേണ്ടി ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ കാണാം ഒരു രസം, ആനന്ദരസം. ജീവിതം കടന്നു പോകുന്നത് അറിയില്ല, സമയം അങ്ങനെ അങ്ങോട്ട് പോകും. അത്രയും ഒരു രസമാണ്. ഏതായാലും ആ കൃഷ്ണന്റെ കഥയൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ശ്രീശുക ബ്രഹ്മർഷി ആ കഥയിലേക്ക് കടക്കുകയാണ്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കുകയാണ്. എവിടെയാ കൃഷ്ണൻ അവതരിച്ചത്? യുപിയിലെ മഥുര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പുരി ക്ഷേത്രത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ അത് പറയാൻ പോയാൽ നമ്മുടെ സമയം തെറ്റും. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിവെച്ചു. അപ്പോ എവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? മഥുര. മഥുരയിൽ അന്ന് രാജ്യം ഭരിച്ചത് ഉഗ്രസേനൻ എന്ന ഒരു രാജാവ്. ആനർത്തക വംശം എന്ന് പറയും. ഇതാണ് ഓരോ വംശങ്ങള്. ആനർത്തക വംശം. ഈ വംശത്തിൽപ്പെട്ട ഉഗ്രസേന രാജാവ്. ഇത് കൃഷ്ണന്റെ ഒരു അമ്മാവനും കൂടിയാണ്. കാരണം എങ്ങനെയാണ് അമ്മാവനാവുന്നത്? ഉഗ്രസേനന്റെ സഹോദരനായിരുന്നു ദേവകൻ. ആരാണ്? ദേവകൻ. ദേവകന്റെ മക്കളായിരുന്നു ദേവകി, രോഹിണിയും ദേവകിയും ഒക്കെ. ഇപ്പൊ ഈ രോഹിണിയൊക്കെ കല്യാണപ്രായമായപ്പോ ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നൊരു ചർച്ച വന്നപ്പോ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു, യാദവ വംശത്തിലെ ശൂരസേനപുത്രനായ വസുദേവർക്ക് കൊടുക്കുക. അപ്പൊ വസുദേവർ അന്ന് നല്ലൊരു സംസ്കാരമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിൽ നിന്നും വസുദേവർക്ക് പെൺകുട്ടിയെ കൊടുത്തത്. അങ്ങനെ പെൺകുട്ടിയൊക്കെ കൊടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. അവര് ജീവിതം ആരംഭിച്ചു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ദേവകീ ദേവിയുടെയും കല്യാണപ്രായം. അപ്പൊ ദേവകീ ദേവി ആർക്കാ കൊടുക്കേണ്ടത്? അതിങ്ങനെ ആലോചിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, വസുദേവര് നല്ല മനുഷ്യനല്ലേ. അപ്പൊ അന്നൊക്കെ ഒന്നിലധികം കല്യാണം കഴിക്കണ കാലാണ്. ഇന്നത്തെ പോലെ
ഒരാളെ കല്യാണം കഴിക്കുന്ന കാലമല്ല, ഒന്നിൽ അധികമൊക്കെ കല്യാണം കഴിക്കും. അപ്പൊ എന്നാ പിന്നെ ആർക്ക് തന്നെ കൊടുക്കാം? വസുദേവർക്ക് തന്നെ കൊടുക്കാം. ഇതിനിടയ്ക്ക് എന്തുണ്ടായി? ഈ ഉഗ്രസേനന്റെ പുത്രനായിരുന്നു മഹാദുഷ്ടനും നീചനും ക്രൂരനുമായ കംസൻ. അദ്ദേഹത്തിന്റെ ഒരു വളർത്തുപുത്രനാണ് വാസ്തവത്തിൽ. ഈ കംസൻ ചെറുപ്പത്തിൽ തന്നെ ക്രൂരത ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടന്ന, കുട്ടികളെ ദ്രോഹിക്കുക, അതങ്ങനെ ശീലമായി പോയി. അപ്പോ കംസൻ ദേവകീദേവിയുടെയും വസുദേവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ രഥമൊക്കെ തയ്യാറാക്കി വരന്റെ ഗൃഹത്തിൽ വധുവിനെ കൊണ്ടുവിടണ്ടേ? തേര് സാരഥി എടുത്തു പറഞ്ഞു, ഏയ് ഇടോ മാറി നിൽക്ക്, എന്റെ സഹോദരിയെ ഞാൻ കൊണ്ടുവിടും. സാരഥി എന്ത് ചെയ്യാനാണ്? ദാരികൻ മാറി നിന്നു. കംസൻ കടിഞ്ഞാണെടുത്തു, ദേവകിയെയും വസുദേവരെയും രഥത്തിൽ കൊണ്ടുപോവാണ്. എവിടേക്ക്? വസുദേവ ഗൃഹത്തിലേക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞു, ഗംഭീര കല്യാണമൊക്കെ ഇരുന്നു. പോകുന്ന വഴിക്കാണ് ഒരു ഉഗ്രൻ ശരീരി. നേരത്തെ ഒരു ശബ്ദം കേട്ടില്ലേ നമ്മള്? അതുപോലൊരു ഉഗ്രൻ ടിംബരടി. കംസൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്താണ്? അഷ്ടമോ ഗർഭോ ഹന്തേതി 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 ഹന്തേതി. ഓ, ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ കൊന്നുകളയുന്നു. ഹേ മന്ദ അഷ്ടമോ ഗർഭോ ഹന്തേതി. കംസൻ പൊതുവെ ക്രൂരനാണ്, ദുഷ്ടനാണ്, നീചനാണ്. ആ കൺട്രോള് പോയി. കടിഞ്ഞാണൊക്കെ വിട്ടു. പിന്നെ കടിഞ്ഞാണ് പോലെ പിടിക്കുന്നത് എന്ത്? ദേവകീദേവിയുടെ മുടിയെല്ലാം വലിച്ച് ചുരുട്ടി പിടിച്ച് പുറത്തേക്ക് രയറാണ്. രാജാവാണല്ലോ, അപ്പം പുറയിലെപ്പോഴും ആള് വലിച്ചൂരി മുടിയെല്ലാം വലിച്ചു പിടിച്ചെടുത്ത് ഇട്ടാ നിൽക്കണ. എന്റെ അന്തകനെ നീ പ്രസവിക്കില്ലേ, എന്റെ അന്തകനെ നീ പ്രസവിക്കില്ലേ. പാവം ദേവി വിളറിപ്പോയി. എന്താ കേൾക്കുന്നത്? കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഡേ ആണതേ. കിട്ടിയ അനുഭവം നോക്കണം. വസുദേവർക്കും എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നിമിഷം അറിയുന്നില്ല. കാരണം ഇങ്ങനൊരു അശരീരി ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വസുദേവർ പെട്ടെന്ന് അങ്ങോട്ടൊരു മാനസികമായിട്ടൊരു നോർമൽ ലെവലിലേക്ക് എത്തി കാൽക്കൽ വീണ് പറഞ്ഞു, അരുത് കംസ, ഇവള് നിന്നെ കൊല്ലുന്നില്ലല്ലോ. എന്താ നീ പറയുന്നത്? ഇവള് നിന്നെ കൊല്ലൂ? നിന്റെ സഹോദരിയല്ലേ, സ്വന്തം സഹോദരിയെ കൊല്ലൂ നീ. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു, സ്ത്രീകളെ കൊല്ലുന്നത് ഇന്നലെ പറഞ്ഞു. അത് എന്ത്? ബ്രഹ്മഹത്യ. അരുത് കംസ, ബ്രഹ്മഹത്യാ പാപം വിളിച്ചു വരുത്തരുത്, അരുത്. കയ്യും കാലൊക്കെ പിടിച്ചു കരഞ്ഞു പറഞ്ഞു. കംസനാണ്, മാറവിടുന്ന്, ഇവളെ ഞാൻ വെട്ടും തന്നെ. വസുദേവര് പെരുമ്പാവൂരുകാരനായിരിക്കണം. പെട്ടെന്ന് വസുദേവർക്ക് കത്തി ബുദ്ധി വന്നു. കംസ ഇവൾ കൊല്ലുന്നല്ലോ അശരീരി. ആര് കൊല്ലുന്ന? കുട്ടി കൊല്ലുന്നല്ലേ ഉള്ളൂ. ഇവൾ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ ഞാൻ നിനക്ക് സമർപ്പിച്ചു കൊള്ളാം. സത്യം, സത്യം. ഇത് കേട്ടപ്പോഴാണ് കംസൻ അല്പം ഒരു സമാധാനം. സത്യമാണല്ലോ വസുദേവ, പ്രസവിച്ച അന്ന് എന്റെ മുന്നിൽ കുട്ടിയെ കൊണ്ടുവന്ന് സമർപ്പിക്കണം. തയ്യാറാണോ? വസുദേവർ ഏറ്റു. അങ്ങനെ ദേവകീദേവിയെ കംസന്റെ പിടിയിൽ നിന്നും തൽക്കാലൊക്കെ മോചിപ്പിച്ച് പിന്നെ രഥമൊന്നുമില്ല, നടന്നുപോയി. നോക്കണം, ഹണിമൂൺ തുടങ്ങിയത് പോയതാ. ഹണിയില്ല, മൂണുമില്ല. അങ്ങനെ രണ്ടും വീട്ടിലെത്തി. ആരെങ്കിലും പ്രസവിക്കുവോ? കൊല്ലാനായി കുട്ടികളെ കൊടുക്കാൻ ആരെങ്കിലും പ്രസവിക്കുവോ? തൽക്കാലം വേണ്ടാന്ന് വെക്കും. ദേവകി പ്രസവിച്ചു. ആ കടിഞ്ഞൂൽ കുഞ്ഞിനെയും കൊണ്ട് നേരെ പോയി കംസന്റെ അടുത്ത് വസുദേവര്. ദേവകി ദേവിയാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ്. ആ കുഞ്ഞ് പോയില്ലേ? ഇവിടെ ആ കുഞ്ഞിനെ കൊടുത്ത് വസുദേവര് പറഞ്ഞു, ഞാൻ സത്യം ചെയ്തിരുന്നു നിന്നോട്, പ്രസവിച്ച നിമിഷം കുഞ്ഞിനെ കൊണ്ടുവരാന്ന്. കംസൻ വസുദേവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ സത്യത്തെ ബഹുമാനിക്കുന്നു,
തൽക്കാലം ഈ കുഞ്ഞിനെ നീ കൊണ്ടുപോയിക്കോ, എനിക്ക് ഇതിനെ അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് 8ാമത്തെ കൊണ്ടുവരണം. അപ്പൊ ഭഗവാൻ അത്ര ഉറപ്പാണ്. എത്രാമത്തേറ്റേ വരുള്ളൂ? ഇന്ന് അങ്ങനെ ഒരു അശരീരി വരുമോ? കണക്ക് തന്നെ. ഇന്ന് 2 വരണമെങ്കിൽ എന്താ പാട്? അതിനെന്നെ മൂവാറ്റുപുഴ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാല. ഇപ്പം കുഞ്ഞുണ്ടാവണമെങ്കിൽ മൂവാറ്റുപുഴ പോകണം, അല്ലേ? അവിടെയാണ് ഇൻഫെർട്ടിലിറ്റി സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എവിടുന്നാ പ്രസവിച്ച്? മൂവാറ്റുപുഴയെന്നാ. നിങ്ങളുടെ നാട് മോശമൊന്നുമല്ല ഇവിടെ. അപ്പൊ ഏതായാലും ഇവിടെ 2ആയി, 3ആയി, 4ആയി. എന്തിന്റെ കണക്കാ പറയുന്നത്? ഇഡ്ലി സാമ്പാറും കഴിച്ച കണക്കല്ല, പ്രസവിച്ച കണക്ക്. 5ആയി, 6ആയി, 7ആയില്ല. നിങ്ങൾ അങ്ങോട്ട് കയറി പോവല്ലേ, ക്ഷമ കാണിക്ക്. 6 കുട്ടികളായപ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി കംസന്റെ അടുത്ത്, നീ എന്താ ഒരു അശരീരിയൊക്കെ കേട്ടു, ഞെട്ടിന്നൊക്കെ കേട്ടുവല്ലോ. അതൊക്കെ ശരിയാ മഹർഷേ, പക്ഷെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ അവൾ 6 പ്രസവിച്ചിട്ടുള്ളൂ. 8ാമത്തേതിനെ പ്രസവിച്ചാൽ എന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തട്ടുന്നു. നാരദര് പെരുമ്പാവൂരുകാരനല്ല. കംസനോട് പറഞ്ഞു, എടോ നീ ഒരു പൊട്ടൻ തന്നെയാണ്. ഇതിൽ 8 ഏതാണെന്നുള്ളത് നീ എങ്ങനെ ഉറപ്പിച്ചത്? നിന്റെ വിചാരം 1 മുതൽ 8ാമത്തേതായിട്ട്? എടോ 8ാമത്തെ മാസം പ്രസവിച്ച കുട്ടിയും 8ൽ പെടുത്തിക്കൂടെ? ഇനിയിപ്പൊ നക്ഷത്രം വെച്ച് നോക്കുമ്പോ 8ാമത്തെ നക്ഷത്രത്തിൽ പ്രസവിച്ചത് 8ൽ കൂട്ടിക്കൂടെ? ഒരു 5-6 8ന്റെ കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ഏതാ 8 എന്ന് ഇപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? നാരായണ നാരായണ. കംസന്റെ ഉറക്കം പോയി കിട്ടിയോ? കംസന്റെ സമാധാനം പോയി കിട്ടിയോ? കാരണം അതുവരെ വിചാരിച്ചിരിക്കുന്നത് 1 മുതൽ 8. ഇതിലിപ്പോ ഏതാ 8 എന്നുള്ള ഒരു പിടിയില്ല. കംസന്റെ സമനില തെറ്റി. കംസൻ വീണ്ടും വാളൊക്കെ എടുത്ത് ദേവകീയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടം. 6 കുട്ടികളെയും നിഷ്കരുണം വെട്ടിയും ചെറുതിനെ തല്ലിയും ഒക്കെ കൊന്ന് ഒരു രക്തപ്പുഴ, ചിതറിക്കിടക്കുന്ന ശരീരങ്ങള്. ഇത് കണ്ടുകൊണ്ട് അലറിക്കരയാണ് ദേവകി. ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ടേ. 2 പേരെയും ചങ്ങലക്കിട്ട് അങ്ങോട്ട് കാരാഗൃഹത്തിൽ കൊണ്ടിടാൻ ഉത്തരവ് കൊടുത്തു. ഇതിന്റെ ഇടയ്ക്ക് വസുദേവര് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് തന്റെ ആദ്യ ഭക്തി രോഹിണീ ദേവിയോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, വേഗം ഗോകുലത്തിൽ നന്ദഗോപ ഗൃഹത്തിൽ ശരണം പ്രാപിക്കാൻ. ഇപ്പൊ മധുരയിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരെയാണ് ഏത്? ഗോകുലം. പോയി രക്ഷപ്പെട്ടോളൂ ദേവി, ഇവിടെ നിൽക്കണ്ട. അങ്ങനെ വസുദേവരെയും ദേവകീദേവിയെയും കാരാഗൃഹത്തിലാക്കി. അച്ഛൻ ഉഗ്രസേനനെയും കാരാഗൃഹത്തിലാക്കി. രാജ്യഭരണം കംസൻ ഏറ്റെടുത്തു. അങ്ങനെ കംസന്റെ നിയന്ത്രണത്തിലായി കാര്യങ്ങള്. കാരാഗൃഹത്തിലിരിക്കുന്ന ദേവകീദേവിയെ വസുദേവരങ്ങനെ പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തി. ദേവി, ഭഗവാൻ അവതരിക്കുകയാണ്, ദേവിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയാണ്, ദുഃഖിച്ചിരിക്കരുത്, കഴിഞ്ഞു പോയതിനെ ഓർക്കരുത്, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ. പറഞ്ഞ് 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 ആ ദേവിയുടെ മനസ്സിൽ നിന്ന് ദുഃഖങ്ങളെ മാറ്റി. എളുപ്പാണോ ദുഃഖം പോവൽ? ഈ ചിന്നിച്ചെതറി കിടക്കുന്ന ശരീരം കണ്ടുകൊണ്ട് അതൊക്കെ മറക്കാൻ എളുപ്പാണോ? എളുപ്പാണോ? പക്ഷെ പറഞ്ഞ് 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 എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല കൗൺസിലിംഗ് ചെയ്തൊരു വ്യക്തി ലോകത്തിലുണ്ടാവില്ല. ഒരാളുടെ മനസ്സിങ്ങനെ ദുഃഖത്തിലാണ്ട് കിടക്കുന്ന ഒരാളെ അതിൽ നിന്നും പതുക്കെ ഉയർത്തി 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 ദേവിയുടെ മനസ്സങ്ങോട്ട് കുറേ അങ്ങോട്ട് ശരിയായി. നാമജപത്തിലൊക്കെ അങ്ങോട്ട് മുഴുകി നാമജപത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുമ്പോഴാണ് 7ാമത് ഗർഭം വരുന്നത്. കാരാഗ്രഹത്തിൽ വെച്ച് ആ ഗർഭം വരുമ്പോഴേ ദേവിക്ക് ഒരു തേജസ്സും ഓജസ്സും ഒക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. കംസൻ പാറാവുകാരോട് പറഞ്ഞിട്ടുണ്ട്, വയറില് വല്ല മാറ്റവും വന്നാൽ എന്ന് വെച്ചാൽ ഗർഭലക്ഷണങ്ങൾ വന്നാൽ എന്നെ അറിയിക്കണമെന്ന്. അങ്ങനെ വയറങ്ങോട്ട് വലുതായതും ഒരു ദിവസം ഗർഭം കാണാൻ
വയറ് കാണാൻ ആര് വരികയാണ്? കംസൻ. എനിക്ക് തോന്നുന്നു ഈ വയറ് കാണൽ ചടങ്ങ് തുടങ്ങി വെച്ചത് കംസനാണ്. ഇന്നിപ്പോ ബേബി ഷവർ എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ ആരംഭം കുറിച്ചത് ആരാ? അല്ല, തമാശയല്ല. കാരാഗ്രഹത്തിൽ വയറ് കാണൽ ചടങ്ങിന് ആദ്യം പോയത് ആരാ? കംസനാ. ഒന്നും കൊണ്ടൊന്നും പോയില്ല. അവിടെ ചെന്ന ദേവകീ ദേവിയുടെ വയറിലേക്ക് ഒരൊറ്റ നോട്ടം. അപ്പോഴേ ദേവകീ ദേവിക്ക് മനസ്സിലായി കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. കാരണം അവന്റെ നോട്ടം തന്നെ അത്രയും ക്രൂരമായൊരു നോട്ടം. ദേവകീ ദേവി വിഷമിച്ചുപോയി. ഈശ്വര, ഈ കുട്ടിയും എനിക്ക് പോവല്ലോ. അന്ന് രാത്രി കിടന്നുറങ്ങിയതാണ്. ആ കുട്ടിയും പോയി. എവിടെ പോയി, എന്തു പോയി, ഒരു പിടിയില്ല. റൂമിലില്ല. എന്തായാലും ആ ദേവകീ ദേവിക്ക് 7ാമത്തെ കുട്ടി ഗർഭത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. വീണ്ടും ദുഃഖം. നോക്കൂ നിങ്ങൾ, 6 ചല്ലിച്ചതച്ച് കൊന്നത്, 7ാമത്തത് വയറിൽ നിന്നും പോയത്. നല്ല ജീവിതാണോ അതൊക്കെ? പറയൂ. വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും അല്ലേ? ഇത്രമാത്രം വേദനയിലൂടെ. സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അതൊരു പൂർണ്ണതയുടെ ഒരു ഭാവമാണ് സ്ത്രീകൾക്ക്, ആണോ? ആ ഒരു സമയത്ത് ആ കുഞ്ഞു പോയാൽ ബാക്കി ആര് മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ആ ഗർഭത്തിലെ കുട്ടി പോയാൽ താങ്ങാൻ ഇത്തിരി വിഷമം കൂടുതലാണ്. അത്രമാത്രം ഒരു ഒട്ടൽ ആ കുഞ്ഞിനോട് ഉണ്ടാവും. ആ കുട്ടിയും കൂടെ പോയ ദേവകീ ദേവി വീണ്ടും മാനസികമായ ഡിപ്രഷൻ. അതിൽ നിന്ന് വീണ്ടും പറഞ്ഞ് നാമം ജപിപ്പിച്ച് പതുക്കെ കരകയറ്റി വസുദേവര്. അങ്ങനെ മനസ്സിൽ കുറച്ചൊരു നാമജപമൊക്കെ ചെയ്യാം, അതിലിങ്ങനെ മുഴുകാം എന്ന് വന്നപ്പോഴാണ് 8ാമത്തെ ഗർഭത്തിന് തയ്യാറായത്. 8ാമത്തെ ഗർഭം തന്റെ വയറിൽ വന്നതും 7 കുട്ടികളുടെ അഭാവം ഓർക്ക പോലും വരില്ല എന്നാണ്. അനന്തമായ ആനന്ദം മനസ്സിൽ സ്ഥിരതല്ല. അത്രമാത്രം ഒരോളം അങ്ങനെ മനസ്സിൽ കളിക്കുന്ന പോലെ എപ്പോഴും ചിരിക്കാൻ തോന്നുക. അത്ര ഒരു സന്തോഷവും ആനന്ദവും ശാന്തിയും. ദേവി ഇങ്ങനെ അറിയാതെ നാമങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തികറ്റി പുറത്തേക്ക് വരികയാണ്. അറിഞ്ഞു ചൊല്ലുന്നതല്ല, താനെ വരികയാണ്. ദേവിക്ക് തന്നെ അറിയുന്നില്ല ഇതെന്താ വല്ല ഭ്രാന്ത് ലക്ഷണാണോ? എന്തിനാ ഞാൻ ചിരിക്കുന്നത്? എന്തിനാ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നാമങ്ങളൊക്കെ വരുന്നത്? ഒന്നും അറിയുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി ഒരു ദിവ്യമായ അത്രയും അത്ഭുതമായ ശക്തി എവിടെയുണ്ട്. ദേവി അതിങ്ങനെ പ്രേരിപ്പിക്കുകയാണ് നാമം ചൊല്ലാനൊക്കെ. ദേവി സകല ദുഃഖങ്ങളും മറന്നുപോയി. കാരണം ഈ സന്തോഷത്തിന്റെ അലതല്ലലിൽ ദുഃഖത്തിന്റെ തീവ്രത ഇല്ലാതായിപ്പോയി. ദേവിക്കത് ആലോചിക്കാൻ പറ്റണില്ല. അങ്ങനെ 8ാമത്തെ ഗർഭം വളർന്നു വരുമ്പോൾ ദേവിയുടെ ആ തേജസ്സും ഓജസ്സും ഒക്കെ കൂടി വരുന്നു. കംസനെ വിവരം അറിയിച്ചു, വയറ് വന്നിട്ടുണ്ട്. കംസൻ പുറപ്പെട്ടു. ഏത് ചടങ്ങിന്? വയറ് കാണൽ ചടങ്ങ്. കംസൻ എത്തുന്നതും ദേവകീ ദേവിയുടെ അടുത്തേക്കൊന്ന് നോക്കിയതുള്ളൂ. പെട്ടെന്നൊരു നിഴല് തൻ്റെ അടുത്ത് ഓടി വരുന്ന പോലെ. കംസന് ഉൾക്കൊള്ളാൻ പറ്റിയില്ലത്. ഒരു കറുത്ത നിഴൽ തൻ്റെ നെഞ്ചിലേക്ക് അടിക്കുന്ന പോലെ വന്ന ഒരു ചിന്ത. കംസൻ ജീവനും കൊണ്ട് ഓടി. ഇങ്ങോട്ട് മര്യാദയ്ക്കൊക്കെ അഹങ്കാരത്തിലാ വന്നത്. ഭീരുവിനെ പോലെ അവിടുന്ന് ഓടിയുന്ന. അതിനുശേഷം കംസൻ എങ്ങോട്ട് നോക്കുമ്പോഴും പെട്ടെന്ന് തന്റെ നേരൊരു നിഴൽ, ഹരി എന്ന് പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോവുക. ആ കറുത്തൊരു നിഴല് കാണും, ഹരി ഹരി എന്ന് അറിയാതെ പറഞ്ഞു പോവുക. ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പരിണന്മഹിം ചിന്തയാനോ ഹൃഷീകേശം. അങ്ങനെ ഭഗവാനെ കാണാൻ തുടങ്ങി. നിഴൽ രൂപത്തിൽ ഭഗവാനെ കാണാൻ തുടങ്ങിയ ആളാണ് ആര്? കംസൻ. ഒരു വശത്ത് ഈ കാര്യങ്ങൾ നടക്കണു, വേറൊരു വശത്ത് ദേവകീ ദേവിയുടെ ഗർഭം പാകമായി വരികയാണ്. അപ്പൊ ഈ 7ാമത്തെ ഗർഭത്തിന് എന്താണ് പറ്റിയത്? 8ാമത്തെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭഗവാൻ തന്റെ അവതാരത്തിന് മുമ്പ്
തന്റെ മായാദേവിയെ വിളിച്ച് പറയാണ്, ദേവി എന്നെ ഈ അവതാരത്തിലൊന്ന് സഹായിക്കണം. ദേവി എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണത്? ദേവകീ ദേവിയിലിരിക്കുന്ന എന്റെ സഹോദരനാവാൻ പോകുന്ന, ജ്യേഷ്ഠനാവാൻ പോകുന്ന ബലരാമ ഗർഭത്തെ, സംഘർഷണ ഗർഭത്തെ ദേവകീ ദേവിയിൽ നിന്നും എടുത്ത് അങ്ങ് യശോദാഗൃഹത്തിൽ താമസിക്കുന്ന രോഹിണി ഗർഭത്തിൽ നിക്ഷേപിക്കണം. ഇന്നിപ്പോ ഒരു ഗർഭപാത്രത്തിൽ നിന്നും മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് കുട്ടിയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടെന്ന്. വ്യാസ ഭഗവാൻ ഇതെങ്ങനെ മനസ്സിലായി? ഒരു വയറ്റിൽ നിന്നും കുട്ടിയെ മറ്റൊരു വയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന. ഇന്നിപ്പോ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് മാറ്റി ഗർഭപാത്രത്തിലുള്ള ഇൻഫെക്ഷൻ എടുത്ത് കളയുന്ന, അതും കഴിഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്ത് തിരിച്ച് അതിൽ തന്നെ പാക്ക് ചെയ്യുന്ന എല്ലാ ശസ്ത്രക്രിയകളും ഓപ്പറേഷനും ഇന്നുണ്ട്. കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വയറ്റിൽ നിന്നും കുട്ടിയെ മറ്റൊരു വയറ്റിലേക്ക് നിക്ഷേപിക്കാനാണ് ഭഗവാൻ ആരോട് പറയുന്നത്? മായാദേവിയോട് പറയുകയാണ്. എന്നിട്ട് ദേവി എന്ത് ചെയ്യണം? ഒരിക്കലും പ്രസവിക്കില്ല എന്ന് പറഞ്ഞ നന്ദഗോപ പത്നിയായ യശോദാദേവിയുടെ ഗർഭത്തിൽ ഒരു പെൺകുഞ്ഞായി വരണം. ദേവി അവിടെ പെൺകുഞ്ഞായി വന്ന് ഞാനിവിടെ കൃഷ്ണനായി അവതരിച്ച് വസുദേവര് എന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് വസുദേവര് എന്നെയും കൊണ്ട് നന്ദഗോപ ഗൃഹത്തിലേക്ക് വരും. ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാനാണ് ദേവി എന്ന് തെറ്റിദ്ധരിച്ച് ദേവിയെ കംസൻ കാല് പിടിക്കും. ദേവി അപ്പോൾ അപ്രത്യക്ഷമായിക്കോളൂ. അങ്ങനെ ദേവി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതാരത്തിന് വേണ്ടി എന്നെ സഹായിക്കണം. നോക്കൂ, അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കൃതിയില് 2 ആരാധനകൾ നമ്മൾ കൊണ്ടു നടക്കുന്നത്. കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രം. കാരണം നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ പ്രകൃതി ദേവിയുടെ രൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കണം. നമ്മുടെ പ്രകൃതം നമ്മളെ അനുഗ്രഹിക്കണം. അപ്പൊ പ്രകൃതിയുടെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ. അങ്ങനെയൊക്കെ ദേവിയുടെ അനുഗ്രഹവും നമുക്ക് വേണം. ഇത് രണ്ടും ഹിന്ദുവിന്റെ ഒരു സംസ്കാരമാവണം. കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഡെയിലി ചൊല്ലുന്നവരെത്ര പേരുണ്ട്? നന്നായി. ഇത് നിങ്ങളുടെ ജീവിത ഭാഗമാക്കി കൊണ്ടു നടക്കണം. ഇന്നിപ്പോ ഇതൊന്നും പ്രയാസമില്ലൊക്കെ മൊബൈലിൽ കൊണ്ട് നടക്കാം, ഇല്ലേ? ഇനിയിപ്പോ കുളിച്ചു ചൊല്ലണമെന്നുമില്ല. പക്ഷെ ഇനിയിപ്പോ കിടക്കുന്നതിന് മുമ്പ് ചൊല്ലിയാലും മതി. ഇന്ന സമയത്തെ ചൊല്ലാവൂന്നില്ല. പക്ഷെ ഡെയിലി അതൊരു ചൊല്ല. ഇനിയിപ്പോ മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ലേ, 4 വരിയെങ്കിലും ചൊല്ലിക്കിടക്കുക. അതൊരു ശീലമാക്കുക. 4 വരി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലും മതി. മനസ്സിലായില്ലേ? മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും 4 വരി ചൊല്ലിയിട്ട് അങ്ങോട്ട് കിടക്കുക. പക്ഷെ അതൊരിക്കലും അനുഷ്ഠാനം മുറിഞ്ഞു പോകരുത്. അത് ജീവിതത്തിന്റെ ഒരു പറയൂ ഭാഗമാക്കണം. എല്ലാവരും ആ വ്രതം എടുത്തിട്ട് വേണം, പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഇവിടുന്ന് പോവാൻ. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവും. കാരണം അപ്പോഴാണ് നമുക്ക് ഈശ്വരാനുഗ്രഹവും പ്രകൃതി അനുഗ്രഹവും നമ്മുടെ കൂടെ അവർക്ക് പറയൂ ഉണ്ടാവുക. നോക്കൂ നിങ്ങള്, നമ്മൾ ഈ സപ്താഹം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് മഴയുടെ കോലാഹലമായിരുന്നു, ഇല്ലേ? എന്ത് മഴയായിരുന്നു, നിർത്താത്ത മഴ. ആണോ? പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അലേർട്ടുകളായിരുന്നു, റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്. ആണോ? എന്നാൽ നമ്മൾ തുടങ്ങിയപ്പോൾ നോക്കൂ, പ്രകൃതി എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത്ര സുന്ദരമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ? ഏത് കാര്യത്തിനും നമുക്ക് ഒരു പ്രകൃതിയുടെ അനുഗ്രഹവും വേണം, ഈശ്വരാനുഗ്രഹവും വേണം. ഇത് നമ്മൾ അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അതിന് നമ്മളെ പ്രാപ്യമാക്കാൻ യോഗ്യമാക്കാനാണ്
രാവിലെ വിഷ്ണു സഹസ്രനാമവും അവർക്ക് പറയൂ, വൈകുന്നേരം അപ്പൊ മുഴുവൻ ചൊല്ലണമെന്നില്ല. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട, 4 വരി ചൊല്ലിയാലും മതി. പക്ഷെ അനുഷ്ഠാനം ഒരിക്കലും മുറിഞ്ഞു പോകരുത്. ഡെയിലി അതൊരു ജീവിതചര്യയായി കൊണ്ടു നടക്കണം. മനസ്സിലായില്ലേ? അത് ഭാഗവതത്തിൽ പറയും, ഒരു ശ്ലോകം ചൊല്ലിയാൽ മതി. ഇനി അത്രയും പറ്റിയില്ലെങ്കിൽ 1/2 ശ്ലോകം ചൊല്ലിയാലും, എന്നാലും മുടക്കരുത്. ഇനിയിപ്പോ സ്ത്രീകളാണ്, പീരീഡാണ്, കുഴപ്പമില്ല, നാമം ചൊല്ലുന്നതിന് അതൊരു തടസ്സമല്ല. ഇനിയിപ്പോ മരിച്ച പോലെ പ്രസവിച്ച, അതും പ്രശ്നമല്ല. ഏത് തരത്തിലുള്ള അശുദ്ധി ഉണ്ടെങ്കിലും നാമജപം ഒരിക്കലും മുറിഞ്ഞു പോകരുത്. അതങ്ങനെ അനസ്യൂതം ജീവിതത്തിന്റെ ഒരു അവർക്ക് പറയൂ ഭാഗമാവണം. കേട്ടുവോ നിങ്ങള്? കേട്ടു എല്ലാവരും? അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ വിഷ്ണു സഹസ്രനാമവും ഇത് കുട്ടികളൊക്കെ ചൊല്ലണം. 4 വരി. ഇനി ശനി ഞായറൊക്കെ സമയം കിട്ടുമല്ലോ, അപ്പൊ പിന്നെ മുഴുവൻ ഇരുന്ന് ചൊല്ലാം. അങ്ങനെ ശീലമുണ്ടാക്കി വെക്കണം. ഇങ്ങനെ ഭഗവാൻ ദേവിയോട് പറഞ്ഞ് ആ ദേവിയെ പറഞ്ഞയക്കുന്ന രംഗം ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 7, 8 തുടങ്ങിയുള്ള ശ്ലോകങ്ങള്. ഇവിടെയാണ് ഭഗവാൻ ദേവിക്ക് സഹസ്രനാമങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ലളിതാ സഹസ്രനാമം ശരിക്കും അഗസ്ത്യ മഹർഷി എഴുതി എന്നാണ് പറയുന്നത്. പിന്നീടാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതൊക്കെ വരുന്നത്. അതിന്റെ ഒറിജിനൽ അഗസ്ത്യ മഹർഷിയാണെന്നാണ് പറയുന്നത്. ഏതായാലും ദേവിക്ക് പേര് കൊടുക്കുന്ന ഭഗവാൻ ഗച്ഛദേവി വ്രതം ഭദ്രേ ഗോപഗോപീലലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാം ചകം സസംവിഘ്നാം വിവരേഷു വസന്തിഃ ദേവക്യാ ജഠരേ ഗർഭം ശേഷാഖ്യം ധാമമാമകം തൽ സന്നികൃഷ്യ രോഹിണ്യാ ഉദരേ സന്നിവേശയാം. പറയുന്നത് ഗച്ഛദേവി വ്രതം ഭദ്രേ ഗോപഗോപീരലങ്കൃതം. ഗോപഗോപീരലങ്കൃതമായ ഗോപിമാരുടെയൊക്കെ അലങ്കൃതമായ അങ്ങ് ഗോകുലത്തിലേക്ക് ദേവി ആരെ കൊണ്ടുപോകണം? ദേവക്യാജടരേ ഗർഭം, ദേവകീ ദേവിയിലുള്ള ഗർഭത്തെ സന്നികർഷ്യ എടുത്തിട്ട് രോഹിണ്യ ഉദരേ നിവേശയ. എവിടെ നിക്ഷേപിക്കണം? രോഹിണി ദേവിയിൽ കൊണ്ട് നിക്ഷേപിക്കണം. എന്നിട്ടോ ദേവി അവിടെ നിന്ന് എന്ത് ചെയ്യണം? യശോദാദേവിയുടെ ഗർഭത്തിൽ ഒരു പെൺകുഞ്ഞായി വരണം. ഇങ്ങനെ ദേവി ഭൂമിയില് അവതരിക്ക കാരണം ദേവിയെ അർച്ചിഷ്യന്തി മനുഷ്യാസ്തം സർവകാമവരേശ്വരിം ധൂപോപഹാര ബലഭി സർവകാമവരപ്രദം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോപീരലങ്കൃതം. ദേവി എന്നെ ഈ അവതാരത്തിൽ അനുഗ്രഹിക്കൂ. ഭഗവാന് പോലും അവതരിക്കാൻ ദേവിയുടെ സഹായം വേണ്ടി വന്നു. ദേവിയുടെ അനുഗ്രഹം വേണ്ടി വന്നു. അപ്പൊ കൃഷ്ണൻ പോലും അവതാരം പൂർണ്ണമാവണമെങ്കിൽ ആര് വേണം? ദേവി വേണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആ ദേവിയെ തൊഴുന്ന് നമസ്കരിച്ചു ദേവി പോയി. ഇവിടെ ഭഗവാൻ അവതാരം വന്നു. ഭഗവാൻ ആ ഗർഭത്തിൽ വളർന്നു വരുമ്പോൾ ഒരു ദിവസം ദേവന്മാരെല്ലാം കാരാഗൃഹത്തിലെത്തി എന്നാണ്. അവര് ആ ദേവകീ ദേവിയുടെ ഗർഭത്തെ നോക്കി കംസൻ ശപിക്കാൻ വേണ്ടിയിട്ടാ വയറ് കാണാൻ വന്നത്. ദേവന്മാര് വയറ് കാണാൻ വന്നത് ഭഗവാനെ സ്തുതിക്കാനാണ്. അങ്ങനെ ഗർഭസ്തുതി ഭാഗവത്തിലുണ്ട്. ദേവന്മാര് തൊഴുതുകൊണ്ട്
ബ്രഹ്മാദി ദേവന്മാര് പറയും, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. എന്താ പറയണത്? ഭഗവാൻ സത്യവ്രതനാണ്, സത്യപരനാണ്, ത്രിസത്യമാണ്, സത്യസ്യ യോനിയാണ്, നിഖിലം സത്യമാണ്, സത്യനേത്രം കൊണ്ട് കാണാൻ സാധിക്കുന്നവനാണ്, സത്യാത്മകനാണ്. 8 സത്യം എന്നുള്ള വാക്കാണ് ഈ ഒരു ശ്ലോകത്തിൽ ഉപയോഗിച്ച്. എത്ര? സത്യവ്രതം സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃതസത്യനേത്രം സത്യാത്മകം ത്വാം. സത്യാത്മകം. അപ്പൊ എത്രേ? 5 3 എത്രേ? 8 സത്യം. ഈ സത്യം എന്ന വാക്കിനൊക്കെ വലിയ അർത്ഥമാണുള്ളത്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഒരു പുസ്തകമുണ്ട്, ദ കംപ്ലീറ്റ് കമന്ററി ഓഫ് ശ്രീമദ് ഭാഗവത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പുസ്തകം? കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കണത്. അതൊരു ഗംഭീര അസറ്റാണത്. പണ്ഡിറ്റ് ഗോപാലൻ നായർ കേരളത്തിൽ ജീവിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു. ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ പ്രസിഡന്റായി. അദ്ദേഹം ഒറ്റപ്പാലത്തൊരു ഫംഗ്ഷന് വന്നു, പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു സീ പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്ന്. ഇദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതിഭയെക്കുറിച്ച്. അദ്ദേഹം ആ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വീട്ടിൽ പോയി ഇന്ത്യൻ രാഷ്ട്രപതി നീണ്ട് നിവർന്ന് നമസ്കരിച്ചു ആ പ്രതിഭയ്ക്ക് മുമ്പിൽ. ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ആളുകളൊന്നുമില്ലാത്ത, ഇപ്പോഴല്ലേ ഗുരുവായൂരപ്പൻ തിരക്കും ബഹളമൊക്കെ ചെയ്ത്, അന്ന് അവിടെ വന്ന് ഈ രചിച്ച ഭാഗവതത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രതിഭയായിരുന്നു ആര്? പണ്ഡിറ്റ് ഗോപാലൻ നായർ. മനസ്സിലായില്ലേ? അന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം ആരും മേടിക്കാനുണ്ടായിരുന്നില്ല എത്ര. കാരണം ആളുകൾക്ക് ഭാഗവതത്തെ കുറിച്ചൊന്നും 18,000 ശ്ലോകമുള്ള ഭാഗവതത്തിന് 8 വോള്യത്തിൽ കമന്ററി എഴുതിയ മഹാനാണ് ആര്? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരൊറ്റ ശ്ലോകത്തിന് 7 പേജുകളാണ് അദ്ദേഹത്തിന്റെ കമന്ററി. ലെഫ്റ്റും റൈറ്റും കോട്ട് ചെയ്തിരിക്കുകയാണ് ഉപനിഷത്തുക്കള്. വായിക്കേണ്ട ഒരു പുസ്തകമാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ഈ ഒരു ശ്ലോകം അങ്ങനെ ഇങ്ങോട്ട് വായിച്ചു പോകുന്ന ശ്ലോകമല്ല. ഇതിൻ്റെ അകത്ത് വലിയ അറിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ആരെങ്കിലും കണ്ടിട്ടോ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകം? ഉണ്ടോ? ഇപ്പൊ കിട്ടാൻ വലിയ പാടാണത്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതൊക്കെ ഇപ്പം ഔട്ട് ഓഫ് പ്രിന്റായി മാറിപ്പോയി. കാരണം അത്രയും ഡിമാൻഡ് വന്നു, ആളുകൾക്കൊക്കെ അത് വേണം. മനസ്സിലായില്ലേ? ഞാൻ ഈ ഭാഗവതത്തിലേക്കൊക്കെ വരുന്നത്, എനിക്കൊരു പ്രൊഫസർ, ഒരു ഗോപിനാഥ് ജി ഉണ്ട്. അദ്ദേഹം ഈ 8 വോള്യങ്ങൾ കൊണ്ടുതരികയാണ്. ഞാൻ അങ്ങനെയാണ് ആ ഭാഗവതത്തെ കൂടുതലൊന്ന് ഡെപ്തിലൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചത്. എന്നാൽ 108 ദിവസം എറണാകുളത്ത് എനിക്ക് ഈ കരയോഗത്തിൽ ഈ 108 ദിവസം പ്രഭാഷണം. അതാണ് നിങ്ങൾ ഏഷ്യാനെറ്റിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുക. പലരും ഏഷ്യാനെറ്റിൽ കണ്ടിരുന്നോ? അന്ന് ഇത്രയൊക്കെ 108 ദിവസം ഞാനത് എങ്ങനെയാ പറയുക? എനിക്ക് പറയാൻ അത്രയൊക്കെ സ്റ്റഫ് വേണ്ടേ? അപ്പൊ അത് പഠിക്കണം കൂടുതൽ. അപ്പോഴാണ് എനിക്ക് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ബുക്ക് 8 വോള്യം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ദെയർ. അപ്പൊ അങ്ങനെ അത് റഫർ ചെയ്തിട്ടാണ് ഈ ഭാഗവതമൊക്കെ ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നത്. അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ ഉള്ളിൽ വലിയൊരു അറിവൊക്കെ ഉണ്ടെന്ന്. ഞാൻ ഈ പുസ്തകമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം എത്രയുണ്ട് നോക്കൂ നിങ്ങൾ. ഞാൻ ഈ പറയുന്നതൊക്കെ അതിൻ്റെ ഒരു അംശമേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം പുസ്തകങ്ങളൊക്കെ ഒന്ന് മറിച്ച് വായിച്ചു പഠിക്കണം. കാരണം നമ്മളാരും അങ്ങനെ സംസ്കൃതം പഠിച്ചവരല്ല, ആണോ? ഇതൊക്കെ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് സംസ്കൃതം വായിക്കാതെ തന്നെ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും. ഏതായാലും ഇവിടെ ഭഗവാൻ ദേവിയെ പറഞ്ഞയച്ചു, ദേവന്മാര് വന്നു സ്തുതിച്ചു. പറയണം, ഭഗവാനെ, അവിടുന്ന് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും ആ ഉള്ളിലുള്ള അങ്ങയെ കിട്ടണമെങ്കിൽ
ഭഗവാനെ നമുക്ക് പിടികിട്ടണമെങ്കിൽ അതിനെന്ത് വേണം? ശൃണ്വൻ സുഭദ്രാണിരതംഗമാ ശൃണ്വൻ ത്വയ്യംബുജക്ഷാഖില സത്വദാംനി സമാധിനാവീശിതചേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദംബവാബ്ദിം. ഞാൻ വായിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 2-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകം. ഹേ ഭഗവാനെ, അങ്ങയുടെ ഭക്തി അല്പം മനസ്സിലുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിന്റെ വലിയ ദുഃഖ ദുരിതങ്ങളൊക്കെ മറികടക്കാനൊരു ശക്തിയും അതിനൊക്കെ ഒരു വഴിയും തോന്നും ഭഗവാനെ. അതാണ് അങ്ങയുടെ ഭക്തിയുടെ മഹത്വം. ശ്രദ്ധിക്കുക നിങ്ങൾ, ഭക്തിയുള്ളവർക്ക് മനസ്സിൽ ശക്തിയും ഉണ്ടാവും എന്ന് മാത്രമല്ല, ആരെങ്കിലുമൊക്കെ വഴി കാണിക്കാൻ ഉണ്ടാവും, മുന്നോട്ടുള്ള വഴി. രാമനായാലും അവതാരമൂർത്തിയാണെന്നൊക്കെ പറഞ്ഞൊന്നും കാര്യമില്ല. മുന്നോട്ട് വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം, വേണ്ടേ? ശബരീദേവി പറഞ്ഞതനുസരിച്ചിട്ടാണ് ശ്രീരാമസ്വാമി സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കുന്നത്. ആണോ അല്ലയോ? വാത്മീകി മഹർഷിയോട് ചോദിക്കുകയാണ്, മഹർഷേ, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത്? അങ്ങനെയാണ് ചിത്രകൂടം കാണിച്ചു കൊടുക്കുന്നത്. ആണോ അല്ലയോ? ഇതൊക്കെ മഹർഷിവര്യന്മാരോട് ചോദിക്കുന്നു എങ്കിൽ അത് മനസ്സിലാക്കണം, അവതാരമൂർത്തികൾക്ക് പോലും സഹായം ചെയ്യാൻ ആരെങ്കിലൊക്കെ വേണം. അപ്പൊ ഭക്തിയുണ്ടെങ്കിൽ ശക്തിയുമുണ്ട്, വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഇവിടെ പറയാണ്, ഭഗവാനെ, അങ്ങയിലൊരു അല്പം ഭക്തി വന്നാൽ തന്നെ ഏയംബുജക്ഷാഖില സത്വദാംനി സമാധിനാവേദിശതേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദംബവാബ്ദിം. അതിനാ ഭക്തി ഉണ്ടാവാൻ എന്താ വഴി? അതിനെന്താ വേണ്ടത്? ശുണ്ണൻ ഗൃണൻ സംസ്മരനച്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യത്ര ചരണാരവിന്ദയോ ആവിഷ്ടജേതാന ഭവായ കൽപ്പതേ. എന്താ വേണ്ടത്? ശൃണ്വൻ ഗൃണൻ സംസ്മരനച്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യത്ര ചരണാരവിന്ദയോ ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ. ഭഗവാന്റെ ആ ഭക്തി ഉണ്ടാവാൻ ശ്രവണം വേണം, കീർത്തനങ്ങൾ വേണം, നാമസ്മരണം വേണം. ഇങ്ങനെ ആര് ജീവിതം കൊണ്ടു നടക്കുന്നോ ക്രമേണ ഭക്തിയാ സഞ്ചായതേ ഭക്തി. ക്രമേണ ഭക്തി ഒരു ചെടി വളരുന്ന പോലെ ഉള്ളിൽ വളർന്നു വരും. അപ്പൊ നമ്മൾ കേൾക്കുകയും ജപിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ ഭക്തി വളർന്നു വരും. അങ്ങനെയുള്ളവർക്ക് എവിടെയാണ് ഭഗവാനെ ദുരിതങ്ങളും ദുഃഖങ്ങളും പിടികൂടുക എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അനവധി അവതാരങ്ങൾ ഭാരതത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ മനുഷ്യ മനസ്സിലെ ഭാരം എടുത്തു കളയുന്ന ആ കൃഷ്ണാവതാരം ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഭാരതത്തിൽ അവതരിക്കുകയാണ്. ഈ ഭാരതത്തിന്റെ ഭാവിയെ മാറ്റിമറച്ച, ഭാരതത്തിന് ആത്മീയ ജ്ഞാനം പകർന്ന, ഭാരതത്തിന് ഗീതയും ഭാഗവതവും തന്ന അവതാരമൂർത്തിയാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണന്റെ അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ കൈകൂപ്പിക്കൊണ്ട് പറയണോ, ഭഗവാനെ, ഈ കൃഷ്ണാവതാരത്തെ ഞങ്ങൾ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഇതിനു മുമ്പ് മത്സ്യാസ്വകശ്യപ നൃസിംഹവരാഹംസ രാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിന ത്രിഭുവനം ചയദാതുനേശ ഭാരം ഭുവോഹര യഥോത്തമ വന്ദനം തേ. ഭാരം ഭുവോഹര യഥോത്തമ വന്ദനം തേ. എല്ലാ മനസ്സുകളുടെയും ഭാരത്തെ ഹരിക്കാൻ ഇതാ ഭഗവാൻ അവതരിക്കുകയാണ്, കൃഷ്ണാവതാരമായി വരികയാണ്. ഇതുവരെ മത്സ്യമായി, കശ്യപമായി, കൂർമ്മമായി, നരസിംഹമായി, പക്ഷെ മനസ്സിന്റെ ഭാരം ഹരിക്കുന്ന ഒരു അവതാരം ഇതാ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ഭാരം ഭുവോഹര യഥോത്തമ വന്ദനം തേ. അങ്ങനെ കൃഷ്ണാവതാരം ചിങ്ങമാസത്തിലെ
അഷ്ടമി രോഹിണി നാളിൽ അവതരിക്കുകയാണ് കൃഷ്ണൻ.